I'm Les Jane. I'm Leatheris. And we are sisters. So let's get this started. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് our favorite brownie. Chocolate brownie. So let's get this. നമ്മൾ brownie ഉണ്ടാക്കാൻ പോകണം. Okay? 5 tablespoon oil, 2 tablespoon butter. So നമുക്കൊരു pan heat ആക്കിയിട്ട് ഫസ്റ്റ് ഈ 5 tablespoon ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ബട്ടർ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്. സോ ലൈക്ക് ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവണം. ഈ സമയത്ത് നമ്മുടെ പാൻ നമ്മളിത് ലാസ്റ്റ് ബ്രൗണി ഒഴിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാൻ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യണം. എന്നിട്ട് ബട്ടർ പേപ്പർ ഇടണം അതിൽ. സോ നമ്മുടെ ബട്ടറും ഇതും നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 1/2 കപ്പ് ചോക്ലേറ്റ് ആയിട്ടിരുന്നേ. അതും നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. ആൻഡ് ഇത് ഇടുമ്പോഴത്തേനും നമ്മൾ ഒരിക്കലും ഫോൾഡോട് കൂടെ ചെയ്യരുത്. ഫോൾഡ് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കും. അതായത് നമ്മുടെ ബ്രൗണിയുടെ ഉള്ളിലേക്കൊക്കെ ഫോൾഡിങ് സൈഡ് കയറിക്കും. സോ അത് പാടില്ല. സോ നമ്മൾ വേറെ ബൗളിലേക്ക് മാറ്റുവാണത്. ചോക്ലേറ്റ് നന്നായിട്ട് കൂളായിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയാണ് നമ്മളിത് മെഷർ ചെയ്ത് വെച്ചിട്ടല്ലേ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ ബ്ലെൻഡറൊന്നും വേണ്ട, ഇത് വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ മുട്ട രണ്ട് മുട്ടയാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. ബട്ട് ഇത് ഓരോന്നായിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മുട്ടയായിട്ട് നമ്മൾ ഇടാൻ പാടില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നിങ്ങളെ പോലത്തെ അടുക്കളയിലൊക്കെ വളരെ പരിമിതമായ നിമിഷങ്ങൾ കയറുന്ന ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണ്. ദാറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ ഫസ്റ്റ് വൺ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ 3/4 കപ്പ് മൈദയും ഓൾ പർപ്പസ് ഫ്ലോറും പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ സീവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ആവണം. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഈ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാനിക്ക് ഇത് നമ്മൾ ഒഴിച്ചു. സോ നമ്മളിതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ട്രേ ടാപ്പ് ചെയ്യണം. നമ്മളിത് ടാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഭയങ്കര കുറച്ച് ചോക്ലേറ്റ്സ് പീസാക്കി വെച്ചത് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ വെതറി കൊടുക്കുകയാണ്. അപ്പം ഇത് കഴിയുമ്പോഴത്തേനും മെൽറ്റ് ആയി നല്ല ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഇതൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് 10 മിനിറ്റ്സ് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് നമ്മളിത് വെക്കുകയാണ് ഫോർ 30 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംഭവം കാണാം. ഓക്കെ, സോ നമ്മൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളിതേ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഈ ട്രേന്ന് നന്നായി ഗ്രീസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ വിടിച്ചിട്ട് ട്രേക്ക് മാറ്റുകയാണ്. എന്നിട്ട് വേഗം കത്ലസ് ചെയ്തിട്ടുണ്ട്. നമ്മളെടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ.